മോർണിംഗ് ആണ്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു പ്രത്യേകിച്ച് സ്റ്റൈലിലാണ് നോക്കുന്നത്. മെയിനായിട്ട് എ ഡി ആർസ് ആണ് നോക്കുന്നത്. അപ്പോൾ എ ഡി ആർസ് എടുത്ത് നോക്കുമ്പോൾ പ്രത്യേകത എന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻഫോസിൻ്റെ എ ഡി ആർ ഒരു 1.44% അപ്പ്, വിബ്രോ അപ്പ്, ഇൻഫോസിസിൻ്റെ പ്ലസ്, HDFC എ ഡി ആർ പ്ലസ്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റിൽ വളരെ പോസിറ്റീവ് ട്രെൻഡ് ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പോസിറ്റീവ് ട്രെൻഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്ന് പറഞ്ഞാൽ IT മേഖലയിൽ നിന്ന് ഒരു പോസിറ്റീവ് ട്രെൻഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. US എടുത്ത് നോക്കുമ്പോൾ ഡാക്സ് അതുപോലെ ഫുഡ്സി ഒക്കെ ജസ്റ്റ് മൈനസാണ്. അതുപോലെ തന്നെ US ഫ്യൂച്ചേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ജസ്റ്റ് പ്ലസ് ആണ്. പ്രത്യേകിച്ച് മൂവ്മെൻറ്റ്സുകളൊന്നും കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നിക്കി ഇത്രയും ഒരു 360 പോയിൻറ്റ് നിക്കി ഡൗൺ ആണ്. ഹാങ്സാങ് ഡൗൺ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര അൺസർട്ടനിറ്റിയാണ് ഈ മാർക്കറ്റിലുള്ളത്. സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം 2-ാം തീയതി വരുന്ന പോള് താരീഫിനനുസരിച്ചായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിലൊരു പ്രത്യേകിച്ച് മൂവ്മെൻറ്റ്സ് ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും നെഗറ്റീവ് ട്രെൻഡാണ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇവിടുന്ന് മറ്റൊരു കേസിൽ നോക്കുമ്പോൾ IT സെക്ടറിൽ ഒരു പോസിറ്റീവ് ട്രെൻഡാണെങ്കിൽ മറ്റുള്ള സെക്ടറിൽ ഒരു നെഗറ്റീവ് സെൻറ്ററാണ് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. മാർക്കറ്റ് ഈ ഒരു കർഷനിലും ആശ്വാസം നൽകുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ഈ മെയിനായിട്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈ വന്നു എന്നുള്ളതാണ്. നല്ലൊരു ബൈ ആണ് 11,000 കോടി എന്ന് പറയുന്നത്. 2,000 കോടിയുടെ DASൻ്റെ ബൈ. ഇത് രണ്ട് പോസിറ്റീവായിട്ട് മാർക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൺ സൈഡ് ട്രെൻഡ് ഫണ്ടമെൻ്റൽ ബേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പോസിറ്റീവും, എന്നാൽ സെൻറ്റിമെൻ്റൽ ബേസിൽ ചൊവ്വാഴ്ചത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ നെഗറ്റീവായിട്ടാണ് വരുന്നത്. അടുത്ത കാലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ഫാർമ ഫീൽഡിലെ പെർഫോമൻസ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്, നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആസ്ട്ര ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമുക്ക് പല ഫാർമ കമ്പനികളും നമുക്ക് ബൈ ആയിട്ട് കാണാം. അതിൽ എനിക്ക് ഏറ്റവും അട്രാക്ഷൻ തോന്നിയതും എന്നാൽ റിസ്ക് കുറഞ്ഞത് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. റിസ്ക് കുറഞ്ഞ കൗണ്ടറിൽ ആസ്ട്രയും അതുപോലെ അപ്പോളോ ഹോസ്പിറ്റലും മുന്നിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയാം. അടുത്തതൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോഴുള്ള കാര്യം പറയാവുന്നത് താരിഫ് ഹൈക്കാണ്. ഇപ്പോൾ ചെറിയൊരു 25 താരിഫ് ഹൈക്ക് കഴിയുമ്പോഴേക്കും നമ്മുടെ ഓട്ടോ പാർട്സ് കമ്പനികളിലേക്ക് ഷെയർസുകൾ വളരെയധികം താഴ്ത്തു പോയി. അപ്പോൾ ഓരോ കമ്പനികൾക്കും താരിഫ് എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതാണ് ഈ 2-ാം തീയതി വരാൻ പോകുന്നത്. മൺഡേ ആണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഹോളിഡേ ആണ്. അപ്പോൾ ഇത് ഹോളിഡേ കഴിഞ്ഞിട്ട് വരുന്ന ദിവസമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഈ ന്യൂസുകളൊക്കെ മാർക്കറ്റിൽ വരെ ഇമ്പാക്റ്റ് ചെയ്യും. FISൻ്റെ ബൈ മാത്രമാണ് ഒരു പോസിറ്റീവും. ഡോളർ ഇൻഡെക്സ് മോശമായി വരുന്നതാണ്. ഇന്ത്യൻ റുപ്പി റിക്കവർ ചെയ്യുന്നത് മാത്രമാണ് പോസിറ്റീവ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഇന്ത്യൻ റുപ്പി റിക്കവറി ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാര്യം ഡോളർ ഇൻഡെക്സ് അപ്പാവുന്നതാണ്. അപ്പോൾ ഡൗൺ ആവുന്നതാണ് ഡോളർ ഇൻഡെക്സ്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ വലിയ വിഷയങ്ങളൊന്നുമില്ല, അമേരിക്കൻ മാർക്കറ്റ് പ്ലസ് ആവുകയാണെങ്കിൽ ഡോളർ ഇൻഡെക്സ് പെട്ടെന്ന് റിക്കവർ ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പി മോശമാവുകയാണ് ചെയ്യുക. അപ്പോൾ പക്ഷേ അതൊന്ന് പെട്ടെന്ന് മാർക്കറ്റിൽ ഒരാഴ്ച കൊണ്ട് എഫക്റ്റീവ് ആവാൻ സാധ്യതയില്ല. അതുകൊണ്ട് മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ച് മൂവ് ചെയ്യുന്നോട്ട് തെറ്റില്ല. എന്തായാലും ഏത് സൈഡിലേക്ക് മൂവ്മെൻറ്റ് വന്നാലും ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ആ ന്യൂസിന് ഒരാഴ്ച കഴിഞ്ഞ് കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് മാർക്കറ്റ് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റ് അപ്പാണോ ഡൗണോ എന്നോ ആർക്കും അറിയില്ല. അപ്പോൾ നമുക്ക് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ താഴത്തേക്ക് വരും, അതുപോലെ തന്നെ മുകളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടെയാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ചില കൗണ്ടറുകൾ താഴത്തേക്ക് പോകുമ്പോൾ അത് ആവറേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്നു. ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയ പെർഫോമിംഗ് വീഡിയോ പോലെ ഒന്നല്ല നമ്മൾ ചെയ്യാറ്. കാലത്ത് വളരെ വേഗത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എത്ര വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നോ ആ വേഗത്തിൽ ചെയ്തിട്ടാണ് നമ്മൾ ഓഫീസിലേക്ക് ടച്ച് ആവുന്നത്. അപ്പോൾ ഇതൊരു നമ്മളൊരു അറിവ് എന്നുള്ള നിലയ്ക്കാണ് ഇത് പെട്ടെന്ന് ചെയ്യുന്നത്. അപ്പോൾ പലരും വിചാരിക്കേണ്ടാവും ഇതിനേക്കാൾ നന്നായിട്ട് എന്തോരം നല്ല വീഡിയോ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇത്രയും അടുത്തൊരു അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് TV ചാനലിൽ നിന്ന് അവൈലബിൾ ആയിരിക്കാം. മറ്റുള്ള സെക്ഷനുകൾ ആരാണ് ഈ വീഡിയോസുകൾ കാലത്ത് തന്നെ 8:15 നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത് എന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. താങ്ക് യു. ബൈ. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.